ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ലൈഫ് സൈക്കിൾ. അപ്പോൾ ഇന്ന് നമ്മൾ കുണ്ടന്നൂരുള്ള EVM ലാമെൻഷൻ സിട്രോണിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് ഇവിടെ സിട്രോൺ 3 കാറുകളെ അൺവീൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് ഈ കാറുകളെ അൺവീൽ ചെയ്യുന്ന കർമ്മത്തിനായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്ററായ ബേസിൽ തമ്പിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ബേസിൽ തമ്പിയുടെ ഈ അൺവീലിംഗ് പരിപാടികൾ കണ്ടതിന് ശേഷം ഈ വാഹനത്തിൻ്റെ ഒരു വോക്ക് റൗണ്ട് വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഇന്നിവിടെ ബേസിൽ തമ്പി അൺവീൽ ചെയ്തിരിക്കുന്ന വാഹനം എന്ന് പറയുന്നത് സിട്രോണിൻ്റെ C3 എയർക്രോസ് ആണ്. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ പേര് എയർക്രോസ് എന്ന് മാത്രമാണ്, C3 എന്നുള്ളത് എടുത്തു കളഞ്ഞു. അപ്പോൾ ബേസിൽ തമ്പി ഈ വാഹനത്തിൻ്റെ സ്പെക്കുകളും സവിശേഷതകളൊക്കെ ഇങ്ങനെ അവരായിട്ട് പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉള്ളിലേക്ക് കയറി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സിട്രോൺ C3യുടെ അൺവീലിംഗ് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് വരാം. അവരവരുടെ പരിപാടികൾ നോക്കട്ടെ, നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് വരാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ സിട്രോൺ C3 എയർക്രോസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ C3 എന്നുള്ള കാര്യം അവർ ഇതിൽ നിന്ന് എടുത്തു കളഞ്ഞു. പിന്നെ നമുക്ക് ഇവൻ്റെ ബാക്ക്ഗ്രൗണ്ട് വിശേഷങ്ങളിലേക്ക് വരാം. ആദ്യം തന്നെ എടുത്ത് പറയേണ്ടത് ഇവനെ മൊത്തത്തിൽ ബ്ലാക്ക് ആക്കി എന്നുള്ളതാണ്. ഇപ്പോൾ അതിൻ്റെ ആ ഹെഡ് ലാമ്പിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ പോലും ആ റിഫ്ലക്ടർ പോലും ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ ആ സിഗ്നേച്ചർ ആയിട്ടുള്ള LED ഡയറ്റ് റണ്ണിങ് ലാമ്പ് കാണാൻ സാധിക്കും. പിന്നെ ഇവൻ്റെ ഈ എംബ്ലം, അതായത് ലോഗോ നോക്കി, ലോഗോ അടക്കം ഇവർ ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടുണ്ട് കേട്ടോ ഈ ലോഗോ ബ്ലാക്ക് ആൻഡ് ചെയ്തത്. പിന്നെ ലോഗോയുടെ താഴേക്ക് വരുമ്പോൾ വലിയൊരു എയർഡാമൊക്കെ കാണാം. പിന്നെ ഈ സൈഡിലെ ഹെഡ്ലൈറ്റും, പിന്നെ താഴെ നോക്കി ഒരു ഫേക്ക് ആയിട്ടുള്ളൊരു സ്കിഡ് പ്ലേറ്റ്, അലുമിനിയം സ്കിഡ് പ്ലേറ്റ് കാണാൻ സാധിക്കും. അതും വളരെ ഭംഗിയായിട്ടുണ്ട്. ഇനി എയർക്രോസിൻ്റെ സൈഡ് വ്യൂയിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ മനോഹരമായ ഒരു 17 ഇഞ്ചിൻ്റെ ഡയമണ്ട് കട്ട് അലോയിലാണ് ഈ എയർക്രോസിൽ സിട്രോൺ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് നല്ല വലുപ്പമുണ്ട്, നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ ഡോറിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരാൾ പോയി, രണ്ടാമത്തെ ആൾ പോയി. അപ്പോൾ അത് നല്ല വളരെ മനോഹരമായ ഡയമണ്ട് കട്ട് അലോയിലാണ്. പിന്നെ ഈ ഡോറിലായിട്ട് ഡാർക്ക് എഡിഷൻ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫെൻഡറിലായിട്ട് ഒരു പ്യുവർ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ നല്ല ഭംഗിയാണ്. അതുപോലെ ഈ മിററിൽ നോക്കിയ ഒരു ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വശക്കാഴ്ചകളിലേക്ക് പോകുമ്പോൾ ഒരു മിററിലേക്ക് നോക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ഈ സിട്രോൺ എയർക്രോസിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്നത്. അതുപോലെ ഇതാ നല്ല രീതിയിൽ തന്നെ മൊത്തം ബ്ലാക്ക് ആയിട്ടാണ് സിട്രോൺ ഈ C3നെ, അതായത് എയർക്രോസിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. പുറകിലെ ഡയമണ്ട് കട്ട് അലോവീൽസ് കാണാം. ഈ 17 ഇഞ്ച് അലോവീൽസ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ഭാരം എന്ന് പറയുന്നത് 1700 കിലോയുടെ അടുത്താണ്. മറ്റു വാഹന കമ്പനികൾ പോലെ ഭാരങ്ങളൊന്നും ഇവൻ കുറയ്ക്കുന്നില്ല. പിന്നെ A പില്ലറും B പില്ലറും C പില്ലറും ഒക്കെ ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ റൂഫിലേക്ക് വരുമ്പോൾ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു റൂഫ് റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് വെയിറ്റ് ഒക്കെ ആയിട്ടാവുന്ന രീതിയിലുള്ള റൂഫ് റെയിൽ തന്നെയാണ്. പിന്നെ പുറകിലേക്ക് വരുമ്പോൾ ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിന കൊടുത്തിട്ടുണ്ട്. പിന്നെ പുറകിലേക്ക് വരുമ്പോൾ സിട്രോൻ്റെ ആ സിഗ്നേച്ചർ ടൈപ്പ് ടൈൽ ലാമ്പാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പഴയ C3യിൽ തന്നെ ഉണ്ടായിരുന്ന ടൈൽ ലാമ്പ് തന്നെയാണ്. പിന്നെ ബൂട്ട് ലിഡിലേക്ക് വരുമ്പോൾ എയർക്രോസ് എന്ന് ഇവിടെ കണ്ടോട്ടോ, എയർക്രോസ് ഒന്ന് നീട്ടി പരത്തി ചെയ്തിരിക്കുന്ന കാണാം. ഇപ്പോഴത്തെ ട്രെൻഡാണത്. നെക്സോണിലാണ് കണ്ടാണ് ആദ്യമായിട്ട് അങ്ങനത്തെ വന്നിരുന്നതെന്ന് ഓർമ്മ വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് സിട്രോൺ C3 എയർക്രോസിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങൾ. നമുക്കിനി എന്തായാലും ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഡോറ് തുറന്നു. ഡോറിലെ ഡോർ പാഡിൻ്റെ കാര്യം തന്നെ നമുക്ക് ആദ്യം പറയാം. ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് ഡോർ പാഡ് കൊടുത്തിരിക്കുന്നത്. അതിൽ ആംറസ്റ്റൊക്കെ ലെതർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അവിടെ വിൻഡോ കൺട്രോളിൻ്റെ സ്വിച്ച് ഗിയേഴ്സ് കാണാം. അതുപോലെ ലോക്ക് അൺലോക്കിൻ്റെ ഇത് അലുമിനിയം ഫിനിഷിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു വലിയൊരു ബോട്ടിൽ ഹോൾഡ് ചെയ്യാനുള്ളൊരു ഡോർ പോക്കറ്റും അതിൽ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്ലാക്ക് മയത്തിൽ തന്നെയാണ് അപ്പോൾ ഡോറിൻ്റെ ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇൻറ്റീരിയറിലേക്ക് നോക്കുമ്പോൾ നല്ല മനോഹരമായ ഒരു സ്റ്റിയറിംഗ് വീലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതിൽ കൺട്രോളുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നടുവിലായിട്ട് സിട്രോണിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റുകളിലേക്ക് വരുമ്പോൾ കണ്ടോ, സീറ്റിൽ പോലും ആ ഡാർക്ക് എഡിഷൻ എന്നുള്ള സാധനം എംബ്രോയിഡറി ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ റെഡ് സ്റ്റിച്ചിങ് ഒക്കെ വന്ന് നല്ല വളരെ മനോഹരമായ ബ്ലാക്ക് സീറ്റുകളാണ് സിട്രോൺ എയർക്രോസിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് സിട്രോൺ എയർക്രോസിൻ്റെ അകത്തേക്ക് കയറിയിരിക്കാം.
അകത്ത് കയറിയിരിക്കുമ്പോൾ തന്നെ വളരെ മനോഹരമായ ബ്ലാക്ക് തീമാണ് നമുക്ക് കാണാൻ സാധിക്കുക. പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററൊക്കെ ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ സ്റ്റിയറിംഗ് വീൽ നേരത്തെ പറഞ്ഞ പോലെ കൺട്രോൾസുകളുള്ള സ്റ്റിയറിംഗ് വീലുകളാണ്. നടുവിൽ സിട്രോണിൻ്റെ ലോഗോ ഉണ്ട്. പിന്നെ വശങ്ങളിലേക്ക് വരുമ്പോൾ ഹെഡ് ലാമ്പിൻ്റെ കൺട്രോളുകളും ഇഗ്നിഷൻ കീയും പിന്നെ എ സി വെൻറ്റുകളും വളരെ മനോഹരമായ എ സി വെൻറ്റുകൾ കാണാൻ സാധിക്കും. പിന്നെ 10 ഇഞ്ചോളം വലുപ്പമുള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. അതിന് താഴെയായിട്ട് എ സി വെൻറ്റുകൾ കൊടുത്തിരിക്കുന്നത് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഓണായി വരുന്നത്. പിന്നെ താഴെ വളരെ മനോഹരമായ രീതിയിൽ എ സി വെൻറ്റുകൾ കൊടുത്തിരിക്കുന്നു. അതിൽ ക്രോം വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ എ സിയുടെ കൺട്രോളുകൾ കൊടുത്തിരിക്കുന്നു. അതിന് താഴെ പവർ സോക്കറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഈ കാണുന്നതൊക്കെ ലെതർ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബ്ലാക്ക് എഡിഷനിലാണ് ഈ ലെതർ ഫിനിഷ് വന്നത്. അതുപോലെ താഴെ കാണുന്നത് പോലെ ആംബിയൻ ലൈറ്റിംഗ് വന്നിട്ടുണ്ട്. പിന്നെ പുതുതായിട്ട് വന്നിരിക്കുന്നത് റൂം, അതായത് ലെഗ് റൂം ലൈറ്റ് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അതിപ്പോൾ ഓണായിട്ടില്ല, അതായത് ഓണാക്കാം. പിന്നെ അത് ഇതേപോലെയാണ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെയൊക്കെ ആ പ്രസൻസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ ഗിയർ ലിവറുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ സീറ്റുകൾ നല്ല ബ്ലാക്ക് സീറ്റുകളാണ്. അതിൽ ഡാർക്ക് എഡിഷൻ എന്നുള്ളൊരു എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട്. നല്ല സപ്പോർട്ടുകളുള്ള സീറ്റുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് സ്പെഷ്യലി ഇഷ്ടമുള്ള കളറാണ് ബ്ലാക്ക് എന്ന് പറയുന്നത്. അധികം ക്ലീൻ ചെയ്യാനൊന്നും അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ. പിന്നെ റൂഫ് ലൈൻസൊക്കെ ആ ബീച്ച് കളറിൽ തന്നെയാണ്. ഇവിടെ ഒരു റൂം ലൈറ്റ് കൊടുത്തിരിക്കുന്നു, അതുപോലെ മിററുകൾ കൊടുത്തിരിക്കുന്നു. അപ്പം നമുക്ക് പുറകിലെ കാഴ്ചകളിലേക്ക് പോകുന്നതിൽ പുറകിലും അതുപോലെ ആ ബ്ലാക്ക് കളറിൽ തന്നെയാണ് ഡോർ പാഡുകൾ വന്നിരിക്കുന്നത്. അതിൽ ബോട്ടിൽ പോക്കറ്റുകളുണ്ട്. പിന്നെ ഈ ഡോറിൻ്റെ ലോക്ക് അൺലോക്ക് ഒരു അലുമിനിയം ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ വാഹനത്തിൻ്റെ ലെഗ് റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ വലുപ്പം കൂടിയ ലെഗ് റൂം തന്നെയാണ് കേട്ടോ. നല്ല രീതിയിൽ വലുപ്പമുണ്ട്. ഇപ്പോൾ എനിക്ക് ഫ്രണ്ടിലിരിക്കാവുന്ന രീതിയിൽ സീറ്റ് ഇട്ടിട്ട് പോലും പുറകിൽ നല്ല രീതിയിൽ ലെഗ് റൂം ഉണ്ട്. അതുപോലെ എ സി വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് ഫ്രണ്ടിലെ ആംറെസ്റ്റാണ്, അത് കൊടുത്തിട്ടുണ്ട്. ഈ എ സി വെൻറ്റുകൾ നല്ല അഡ്ജസ്റ്റബിൾ ടൈപ്പ് എ സി വെൻറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. പുറകിലും വളരെ മനോഹരമായ ബ്ലാക്ക് ലെതർ സീറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 3 വശങ്ങളിലും പിടിച്ചിരിക്കാനുള്ള സാധനങ്ങളും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഡ്രൈവർ സൈഡിൽ അത് കൊടുത്തിട്ടില്ല. ഡ്രൈവർക്ക് സ്റ്റിയറിംഗ് വീൽ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ്. പിന്നെ വളരെ വലിയൊരു പാഴ്സൽ ട്രേ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ പാഴ്സൽ ട്രേയുടെ വലിപ്പം കണ്ടാൽ തന്നെ മനസ്സിലാവും പിന്നെ ബൂട്ട് സ്പേസ് എത്രയാണ്. 444 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. പിന്നെ പുറകിലെ സീറ്റുകളിലും ആ റെഡ് സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ റെഡ് സ്റ്റിച്ചിങ് ഒക്കെ വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ, എടുത്ത് പറയാതിരിക്കാൻ വയ്യ. അതുപോലെ റിയർ സീറ്റിലും ഒരു ആംറെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിന് ഫ്രണ്ടിലായിട്ടൊരു ഫോൺ ഹോൾഡ് ചെയ്യാവുന്ന രീതിയിലുള്ളൊരു ഭാഗവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ C3 എയർ ക്രോസിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്കിത് വളരെ ഭംഗിയായിട്ടുള്ള ഡാർക്ക് എഡിഷനിൽ എയർ ക്രോസിനെയാണ് സിട്രോൺ ഇപ്പോൾ അൺവീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 3 വാഹനങ്ങളെയാണ് സിട്രോൺ ഇന്ന് അൺവീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. മറ്റു വാഹനങ്ങൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിട്രോണിൻ്റെ സ്റ്റാർട്ടിംഗ് വേരിയൻ്റായ C3 ആണ്. C3യുടെ ഡാർക്ക് എഡിഷനാണ് ഈ കിടക്കുന്നത്. വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ. സിഗ്നേച്ചർ ടൈപ്പുള്ള ഹെഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ലോഗോ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഫോഗ് ലാമ്പ് അടിയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫേക്ക് ആയിട്ടുള്ളൊരു സ്കിഡ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് അലുമിനിയം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ മനോഹരമായിട്ടുണ്ട് നമ്മുടെ ഈ C3 എന്ന വാഹനം എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടി ക്ലോസ് ആയിട്ട് തന്നെ ലോഗോ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. ഹെഡ് ലാമ്പൊക്കെ ആ സിഗ്നേച്ചർ ഹെഡ് ലാമ്പ് തന്നെയാണ്. ഇനി നമുക്ക് C3യുടെ ഡാർക്ക് എഡിഷൻ്റെ വശക്കാഴ്ചകളിലേക്ക് പോകാം. വശക്കാഴ്ചകളിലേക്ക് പോകുമ്പോൾ ഫെൻഡറിൽ സിട്രോൺ എന്നൊരു ബാഡ്ജിങ് കാണാൻ സാധിക്കും. പിന്നെ മിററിൻ്റെ താഴെയായിട്ട് ഡാർക്ക് എഡിഷൻ എന്നൊരു ബാഡ്ജിങ് കാണാൻ സാധിക്കും. പിന്നെ മിററിലൊക്കെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു ഇൻഡിക്കേറ്ററൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മുകളിലേക്ക് വരുമ്പോൾ ഒരു ഗ്ലോസി ഫിനിഷുള്ള റൂഫ് റെയിൽ കാണാൻ സാധിക്കും. ഇതും ഫങ്ഷണൽ ആയിട്ടുള്ള റൂഫ് റെയിൽ തന്നെയാണ്. പിന്നെ എയർ ക്രോസിലൊരു ഷാർഫിൻ ഹാൻഡിലിങ് കൊടുത്തിരുന്നെങ്കിൽ ഒരു കാറ്റയിൽ ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ A പില്ലറും B പില്ലറും C പില്ലറൊക്കെ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡോർ ക്ലാഡിങ്ങിൽ ഒരു അലുമിനിയം ഫിനിഷിലുള്ള ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അത് വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ. പിന്നെ വളരെ തടിച്ച ഡോർ ക്ലാഡിംഗ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ 15 ഇഞ്ചിൻ്റെ ഡയമണ്ട് കട്ട് അലോയിലാണ് ഈ C3 എയർ ക്രോസിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് C3യുടെ ഇൻറ്റീരിയർ വിശേഷത്തിലേക്ക് പോകാം. C3 എയർ ക്രോസിൽ കണ്ടിരുന്ന പോലെ ബ്ലാക്ക് ഇൻറ്റീരിയർ തന്നെയാണ് C3യിലും കൊടുത്തിരിക്കുന്നത്. അതിൽ ആ സ്റ്റിയറിംഗ് വീല് മൾട്ടി ഫങ്ഷൻ സ്റ്റിയറിംഗ് വീല് കാണാൻ സാധിക്കും. അതുപോലെ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കാണാം. ആ 10 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാണാൻ സാധിക്കും. അതിന് താഴെയായിട്ട് മനോഹരമായ AC വെൻറ്റുകൾ കാണാൻ സാധിക്കും. അതുപോലെ ആംബിയൻ ലൈറ്റിംഗ് ഇതിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഡാർക്ക് എഡിഷനിൽ ആംബിയൻ ലൈറ്റിങ്ങും ലെഗ് റൂം ലൈറ്റിങ്ങുമാണ് സിട്രോൺ ഒരു ഇതായിട്ട് കൊടുത്തിരിക്കുന്നത്. അത് സ്പെഷ്യലായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. പിന്നെ ആ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൻ്റെ ലിവറിലൂടെ കാണാൻ സാധിക്കും. അതുപോലെ വളരെ മനോഹരമായ ബ്ലാക്ക് തീമിൽ തന്നെയാണ് C3യുടെ സീറ്റുകൾ കൊടുത്തിരിക്കുന്നത്. അതിൽ ഡാർക്ക് എഡിഷൻ രീതിയിലുള്ള റെഡ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും വന്നപ്പോൾ വളരെ മനോഹരം തന്നെയായിട്ടുണ്ട്. ഇനി നമുക്ക് റിയറിലേക്ക് പോകാം. ഡോർ പാഡൊക്കെ നമ്മൾ C3 എയർ ക്ലോസ് കണ്ടത് നല്ല ബ്ലാക്ക് തന്നെയാണ്. അതുപോലെ വിശാലമായൊരു
റിയർ പാസഞ്ചർ സീറ്റുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ ഹെഡ് റെസ്റ്റ് ഒക്കെ ഫിക്സഡ് ആണ്. പിന്നെ 3 സീറ്റ് ബെൽറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പാഴ്സൽ ട്രേ ഒക്കെ നമുക്ക് കാണാം. നല്ല സ്പേസ് ഉള്ള വാഹനം തന്നെയാണ് ഈ C3 എന്ന് പറയുന്നത്. ഇനി C3 ഡാർക്ക് എഡിഷൻ്റെ റിയർ ഡിസൈനുകൾ തന്നെയാണ് വരുന്നത്. ആ സിഗ്നേച്ചർ ടൈപ്പ് ടൈൽ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ആ ലോഗോ ബ്ലാക്കൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സിട്രോൺ ഇവിടെ അൺവീൽ ചെയ്ത 3ാമത്തെ വാഹനം എന്ന് പറയുന്നത് ഈ കിടക്കുന്നതാണ് കേട്ടോ, ബസാൾട്ടിൻ്റെ ഡാർക്ക് എഡിഷൻ. എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വാഹനം എന്ന് പറയുന്നത് ഈ ബസാൾട്ടിൻ്റെ ഡാർക്ക് എഡിഷനാണ്. ഇന്ത്യൻ റോഡുകളിൽ ഒരു കൂപ്പേ CV എന്നൊക്കെ പറഞ്ഞ് വന്ന 2 വാഹനങ്ങളിൽ ഒന്നാണ്. ഒന്ന് കർവാണ്, പിന്നെ രണ്ടാമത്തത് ബസാൾട്ടാണ്. പിന്നീട് പല വാഹനങ്ങളും വന്നു. പക്ഷേ ആ ബ്യൂട്ടിയിൽ ഈ 2 വാഹനങ്ങളെയും കണ്ടിട്ടാണ് നമ്മൾ മറ്റു വാഹനങ്ങൾ കണ്ടത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് 2 വാഹനങ്ങളിലും കൊടുക്കാൻ സാധിക്കും. അപ്പോൾ സിട്രോൺ ബസാൾട്ടിൻ്റെ ഡാർക്ക് എഡിഷനിലേക്ക് വരുമ്പോൾ ആ സിഗ്നേച്ചർ ആയിട്ടുള്ള LED ഡേറ്റ് ആൻഡ് റൺ ലാമ്പ് ഇവിടെ കാണാം. ഹെഡ്ലൈറ്റ് കാണാം. ഹെഡ്ലൈറ്റ് അടക്കം ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുണ്ട്. താഴെയായിട്ട് നമുക്ക് ഫോഗ് ലാമ്പുകൾ കാണാം. അതുപോലെ ഗ്രില്ലും എല്ലാ കാര്യങ്ങളും ഡാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആ അലൂമിനിയം ഫിനിഷിലുള്ള സ്കിഡ് പ്ലേറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ 17 ഇഞ്ചിൻ്റെ ആ ഡയമണ്ട് കട്ട് അലോയിലുകൾ കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ 3 വാഹനങ്ങളിലും 3 പാറ്റേണിലുള്ള അലോയിലുകളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഡോറിൽ ആ ഡാർക്ക് എഡിഷൻ എന്നുള്ള ബാഡ്ജിങ് കാണാൻ സാധിക്കും. അതുപോലെ മിററിൽ ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടുള്ള ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. പിന്നെ മൊത്തത്തിൽ ബ്ലാക്ക് മയമാണ്. ആ ക്ലാഡിങ്ങുകളൊക്കെ നല്ല വലുപ്പത്തിൽ ക്ലാഡിങ് കൊടുത്തിരിക്കുന്നു. പിന്നെ ആ C പില്ലറിന് ഇപ്പുറത്തായിട്ടൊരു റെഡ് എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് വളരെ മനോഹരമായിട്ടുണ്ട്. ജസ്റ്റ് ഒരു വര പോലെയാണെങ്കിലും വളരെ സ്പോർട്ടി ആയിട്ടുണ്ട് ആ എലമെൻ്റ് എന്ന് പറയുന്നത്. പിന്നെ റിയറിലേക്ക് വരുമ്പോൾ ആ സിഗ്നേച്ചർ ആയിട്ടുള്ള ടൈൽ ലാമ്പുകൾ കാണാം. നല്ല ഭംഗിയുള്ള ടൈൽ ലാമ്പ് തന്നെയാണ്. എവിടേക്കോ മസ്താങ്ങിൻ്റെ ടൈൽ ലാമ്പ് ആയിട്ടൊക്കെ എനിക്ക് ഒരു സിമിലാരിറ്റി തോന്നി. ആ പാറ്റേണിൽ മാത്രം കേട്ടോ, അല്ലാണ്ട് മൊത്തത്തിലല്ല. അതുപോലെ ആ ലോഗോ ഒക്കെ ബ്ലാക്കും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് പ്യൂർ ടെക് എന്ന് പറയുന്നത് ഇതിൻ്റെ വേരിയൻറ്റിനെ സൂചിപ്പിക്കുന്നതാണ്. പിന്നെ പുറകിലെ ലോഗോ സിട്രോൺ എന്നുള്ള ബാഡ്ജിങ് നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ പൂട്ടിലിൽ തന്നെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടൊരു സ്പോയിലർ പോലൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അത് വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റീനെയും എല്ലാം നല്ല ഇതിലായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഭാഗം തന്നെയാണ്. അപ്പോൾ ഈ 3 വാഹനങ്ങളെയാണ് ഇന്ന് സിട്രോൺ അൺവീൽ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഏത് വാഹനത്തെയാണ് കൂടുതൽ ഇഷ്ടമായെന്ന് പറയുക. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ ബസാൾട്ട് എന്ന വാഹനത്തെയാണ്. മറ്റു വാഹനങ്ങൾ മോശം എന്നല്ല പറയുന്നത്. ഈ സിട്രോണിൻ്റെ സസ്പെൻഷനെ കുറിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് നമുക്കിവിടെ പറയാനുള്ളത്. എന്താ വെച്ച് കഴിഞ്ഞാൽ സിട്രോണിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു മാജിക് കാർപ്പറ്റ് സസ്പെൻഷനാണ്. സിട്രോൺ അവൻ്റെ സസ്പെൻഷനിൽ ഒരു പേറ്റൻറ്റ് എടുത്തിട്ട് ആർക്കും കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ 3 വാഹനങ്ങളെയാണ് സിട്രോൺ ഇന്ന് അൺവീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 3 വാഹനങ്ങളുടെയും വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വാഹനത്തിൻ്റെ വിശേഷങ്ങളിൽ കാണാം. ബൈ.